എമ്പുരാനെതിരെ സംഘപരിവാറിന്റെ കലി തീരുന്നില്ല. എമ്പുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഹർജി നൽകിയത്. സിനിമയുടെ പ്രദർശനം തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരും. സാലി, ഇത് കേരളമാണ്. ഇവിടെ ശക്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതി വഴി കൂടി നീങ്ങാം, മറ്റ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് സംഘപരിവാർ നീക്കം. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം VV വിജേഷ് എന്നൊരാളാണ് ഹർജിക്കാരൻ. അയാളുടെ ആവശ്യം ഇതിൻ്റെ തുടർ പ്രദർശനം ഇതുവരെ നടന്നല്ലോ, അപ്പോൾ തുടർ പ്രദർശനം തടയണം, ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത് ഈ സിനിമ ദേശവിരുദ്ധമാണൊന്ന്, രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിനിടയാക്കുന്നു, മതവിദ്വേഷം പടർന്നു. ഇക്കാരണങ്ങളാൽ ഈ സിനിമയുടെ തുടർ പ്രദർശനം തടയണമെന്നുള്ളതാണ്. ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികളാണ്. ഒപ്പം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കക്ഷിയാണ്. അങ്ങനെ കൗതുകരമായ ഒരു ഹർജിയാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നിർബന്ധമായും കക്ഷിയാക്കേണ്ട സെൻസർ ബോർഡ് കക്ഷി ആയിട്ടുമില്ല. എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഹർജി ഏതായാലും ഇന്ന് നാളെ ലിസ്റ്റ് ചെയ്ത് ഓപ്പൺ കോർട്ടിൽ വരും. കാരണം വെക്കേഷൻ അടുത്ത ആഴ്ച അടയ്ക്കുകയാണ്. അതിന് മുമ്പ് ഇത് വരും. കാരണം ഇമ്മീഡിയറ്റ് ആക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു ഹർജിയാണ്. എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംഘപരിവാർ നടത്തുന്ന ഈ ദുഷ്പ്രചരണത്തിൻ്റെ ഒരു തുടർച്ച അത് കോടതിയിലേക്കും നിയമത്തിലേക്കും എത്തിക്കുന്നു, നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടക്കുന്നു എന്നതിനപ്പുറം ഇതിനെന്തെങ്കിലും നിയമപരമായി പിൻബലമുണ്ട് എന്ന് കരുതുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എതിർകക്ഷികളാക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഒപ്പം സെൻസർ ബോർഡിനെ ഒഴിവാക്കിയെ സംബന്ധിച്ചുമൊക്കെ നിയമവിദഗ്ധർക്കിടയിൽ തന്നെ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നത് സംബന്ധിച്ച് തർക്കമുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇയാൾ പറയുന്ന പ്രയർ അനുസരിച്ചാണെങ്കിൽ, ഈ ഹർജിക്കാരൻ പറയുന്ന ആവശ്യമനുസരിച്ചാണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കക്ഷിയാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതെല്ലാം കക്ഷിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കേന്ദ്ര സർക്കാരിൻ്റെയും EDയുടെയൊക്കെ നിലപാട് എന്താണ് കോടതിയിലെത്തുമ്പോൾ മറുപടി പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏതായാലും എതിർകക്ഷികൾക്ക് കോടതി ഫയലിൽ വന്നാൽ ഉടൻ നോട്ടീസ് അയക്കും. അതിലൊരു പ്രാഥമിക വാദം കേട്ട ശേഷമായിരിക്കും തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കുക. ഏതായാലും ഇക്കാര്യത്തിൽ കോടതിയൊന്നും തീരുമാനം എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ഹർജി വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.